വ്യോമസേന തകർത്തെറിഞ്ഞപ്പോ, ലോകം മുഴുവൻ അംഗീകരിച്ചപ്പോ, ഈ രാജ്യത്ത് എവിടെയെങ്കിലും CPM-കാര് ആ സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ, ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം മുറുകെ പിടിച്ച്, നമ്മുടെ ആത്മവീര്യം വർദ്ധിപ്പിച്ച്, നമ്മുടെ സൈനികന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ എവിടെയെങ്കിലും 10 CPM-കാർ ഒരുമിച്ച് ഒരു പ്രകടനം നടത്തി നിങ്ങൾ കണ്ടോ? നിങ്ങൾക്കെന്താ അത് സാധിക്കാത്തത്? അതിന് പകരം ഇവർ ചെയ്തിട്ടുള്ളത് എന്താണ്? യുദ്ധത്തിനെതിരായിട്ടാണ് റാലി. ആ ദിവസങ്ങളിൽ യുദ്ധത്തിനെതിരായിട്ടാണ് റാലി. ഒരു ഭാഗത്ത് നമ്മുടെ നിരപരാധികളെ പാക് ഭരണകൂടം ഭീകരവാദികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊലപ്പെടുത്തുമ്പോ, ആ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിക്കാൻ വേണ്ടി പോയ രാജ്യത്തിലെ സൈനികരോടും സർക്കാരോടും അഭിവാദ്യം അർപ്പിക്കുന്ന പകരം CPM-കാർ തെരുവിലിറങ്ങിയത് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. യുദ്ധം വേണ്ട എന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു യുദ്ധമുണ്ടായാൽ ഇല്ലാതാകുന്നത് പാകിസ്ഥാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനിൽ യുദ്ധവിരുദ്ധ റാലി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, DYFIക്ക് എന്താ യുദ്ധമുണ്ടായ കുഴപ്പം? CPM എന്താ യുദ്ധമുണ്ടായ കുഴപ്പം? ലോകം മുഴുവനും പറയുന്നു ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് കഴിയില്ല. ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പാർലമെന്റ് പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് മറുപടിയായി പാകിസ്ഥാന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ വിളിച്ചു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന് ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രി കൊടുത്ത മറുപടി അദ്ദേഹം പാർലമെന്റ് പറഞ്ഞു, പാകിസ്ഥാന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായാൽ പിന്നെ ഈ ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്ന് അമേരിക്കന്റെ വൈസ് പ്രസിഡന്റോട് ഈ രാജ്യം പറഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. അത് ലോകത്തിനറിയാമായിരുന്നു. ലോകത്തിനറിയാവുന്നൊരു കാര്യം അവർ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യം അറിയാത്ത ആളുകൾ നമ്മുടെ നാട്ടിലെ DYFIക്കാരും CPM-കാരും, അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണ. അവർ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുകയാണ്. അത് CPM മാത്രമല്ല, കോൺഗ്രസും. നിങ്ങൾ നോക്കുക, രാഹുൽ ഗാന്ധിയുടെ നിലപാടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ആദ്യത്തെ ദിവസം മുതൽ നമ്മുടെ സൈനികരോടൊപ്പം അല്ലല്ലോ അദ്ദേഹം എത്ര വിമാനങ്ങൾ കവർന്നു, പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിച്ചത് വാർത്ത ശരിയാണോ അല്ലയോ സംശയമുണ്ട്. ഇതെല്ലാം പറഞ്ഞ രാഹുൽ ഗാന്ധിയല്ലേ? പാക് പാർലമെന്റിൽ അവിടുത്തെ MP-മാർ പാർലമെന്റിൽ പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്, രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? ആ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിലെ സൈനികരോടൊപ്പമാണല്ലേ നിൽക്കേണ്ടത്? രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ വിരോധമുണ്ടാകാം, BJP-യുടെ വിരോധമുണ്ടാകാം. പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കേണ്ടതിന് പകരം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ശത്രുരാജ്യമായ പാകിസ്ഥാന് സഹായിക്കുന്ന, അവിടെ നിലപാടുകളെ സ്വാധീനിക്കുന്ന പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവർ അവസരം കിട്ടുമ്പോഴെല്ലാം പാകിസ്ഥാന്റെ കൂടെയാണ്, ഈ രാജ്യത്തിന്റെ കൂടെയല്ല. ശത്രു രാജ്യങ്ങളുടെ കൂടെ നിൽക്കുക. ശത്രുക്കളെ നമുക്ക് പേടിക്കണ്ട, പക്ഷേ ശത്രു രാജ്യവുമായി സന്ധി ചെയ്യുന്നവരെ ഭയപ്പെടണം. അതുകൊണ്ട് പാകിസ്ഥാനേക്കാൾ അപകടകാരികളാണ് ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പാക് ഭീകരവാദികളെക്കാൾ അപകടകരമാണ് രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിന്റെയും CPM-ന്റെയും നിലപാടുകൾ. അതാണ് നമ്മളുടെ വസ്തുത. ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നത് ഈ കോൺഗ്രസ് CPM. രാജ്യത്തുടനീളം പാലസ്തീന് വേണ്ടി പ്രകടനം നടത്താൻ CPM-ന് വഴിവരുന്നു. കേരളത്തില് നമ്മുടെ ഗാസക്ക് വേണ്ടി എത്രയെത്ര പ്രകടനമാണ്. MAVP ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നടത്തിയുള്ള ഒരു സമരം ഗാസിയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി 9 മണിക്ക് ശേഷം മൊബൈൽ ഓഫാക്കുക എന്നുള്ളത്.
ആ ആഹ്വാനം CPM-കാർ തന്നെ DYFI-ക്കാർ തന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു. കാരണം 9 മണിക്ക് ശേഷം മൊബൈൽ ഓഫ് ചെയ്താൽ പിന്നെ DYFI-ക്കാർക്ക് ജീവിതമുണ്ട്. അവരെല്ലാ കലാപരിപാടികളും 9 മണിക്ക് ശേഷമാണ് തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെ മൊബൈൽ ഓഫ് ആക്കും? പക്ഷെ ഗാസക്ക് വേണ്ടി സമരം ചെയ്യാൻ, ഗാസക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, ഗാസക്ക് വേണ്ടി റാലി നടത്താൻ, പാലസ്തീൻ ഐക്യദാർഢ്യം നടത്താൻ അതെല്ലാം CPM-ന് സമയമുണ്ട്, CPM-ന് ആളുണ്ട്. ഞാൻ CPM-നെ സ്നേഹത്തിനോട് ചോദിക്കട്ടെ, രാജ്യത്ത് പാലസ്തീൻ അനുകൂല പ്രകടനം നടത്താൻ തയ്യാറാകുന്ന CPM എന്റെ പഹൽഗാം അനുകൂല പ്രകടനം നടത്താനത്? ഗാസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറായ നിങ്ങൾ എന്റെ പഹൽഗാമിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറാകാനത്? ഗാസയിലെ നിരപരാധികൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾ എന്റെ ഈ രാജ്യത്തിലെ സൈനികരോട് അഭിവാദ്യം സ്വീകരിക്കാൻ നിലകാഞ്ഞത്? അപ്പം നിങ്ങളുടെ കൂറ് ആരോടാണ്? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കൂറ് അത് ഈ രാജ്യത്തോടാണോ, ഈ രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളോടാണോ? അതുകൊണ്ടാണ് ആ സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ആ പാർട്ടി ഓരോ ദിവസം കഴിയുന്നതോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിപ്പോ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ ഭരിക്കുകയാണ്. 10 കൊല്ലമാകും, 1 വർഷം കൂടി കഴിഞ്ഞാൽ 10 കൊല്ലമായി. 9 വർഷമായിട്ട് ഇടതുപക്ഷം കൊണ്ട് ഭരിക്കുന്നു. ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ കീഴിൽ ഈ കേരളത്തിൽ എല്ലാ ദേശവിരുദ്ധ ശക്തികളും തഴച്ചു വളരുകയാണ്. എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളും ഈ കേരളത്തിൽ തഴച്ചു വളരുകയാണ്. ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളെയും നയങ്ങളെയും ഒരു ഘോഷയാത്രയാണ് കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ്. അത് രാജ്യദ്രോഹ ശക്തികളെ സഹായിക്കുന്ന കാര്യമായാലും ശരി, നമ്മുടെ നാടിനെ തകർക്കുന്ന ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലായാലും ശരി, ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ, ഇതിന്റെ എല്ലാം ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. അതെല്ലാം കൂടി ചേർന്നുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ്. ആ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷ മുന്നണി ചെയ്യുന്നത്. ഇവ രണ്ടു കൂട്ടരും ഇപ്പൊ പല കാര്യത്തിലും ഒറ്റക്കെട്ടാണ്. BJP-യോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഈ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ നേരിട്ട് തോൽപ്പിക്കണമോ? ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്, സുരേഷ് ഗോപിയുടെ വീട്ടിലെ 12 വോട്ട് തൃശ്ശൂർ ചേർത്തു, അതുകൊണ്ടാണ് ജയിച്ചത് എന്ന് CPM-ന്റെ നേതൃത്വത്തിന്റെ ആരോപണം, സുനിൽകുമാറിന്റെ ആരോപണം, DCC പ്രസിഡന്റ് ആരോപണം. ഞാൻ ചോദിക്കുന്നത്, ഇവരെയൊക്കെ ഊളംപാറത്തേക്ക് ചികിത്സിപ്പിക്കണം. ഇവിടെ എല്ലാ കാലത്തും എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ അവിടെ കുടുംബാംഗങ്ങളുടെ വോട്ട് അങ്ങോട്ട് മാറ്റുക എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവരും ചെയ്യുന്നില്ലേ? CPM ചെയ്യാറില്ലേ? കോൺഗ്രസ് ചെയ്യാറില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾ തെളിവ് തരാം. എല്ലാ കാലത്തും എല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങൾ തോറ്റാൽ തോറ്റു എന്ന് സമ്മതിക്കണം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. ആദ്യം പറഞ്ഞ പൂരം കലക്കിയിട്ടാണ് ജയിക്കുന്നത്. പൂരം കലക്കിയാൽ ജയിക്കുമെങ്കിൽ നിങ്ങൾ പൂരം കലക്കിക്കൂടെ? പൂരം കലക്കിയാൽ എങ്ങനെ ഇലക്ഷൻ ജയിക്കുക? അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോ വോട്ടർ പട്ടികയുടെ ക്രമക്കേടുമായി രാഹുൽ ഗാന്ധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസുകാരും CPM-കാരും വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ച് ജയിച്ചത് 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ പണിയെടുത്ത് ജനപിന്തുണ സമ്മാർജിച്ചുകൊണ്ടാണ്. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട്. ഞങ്ങളെ പ്രവർത്തകന്മാർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ കടന്നുറങ്ങിയാൽ ഞങ്ങളാണ് കുറ്റവാളികൾ. നിങ്ങൾക്ക് ചേർക്കാമായിരുന്നില്ലേ? BJP പ്രവർത്തകന്മാർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ, കഷ്ടപ്പെട്ട് വോട്ട് ചേർക്കുമ്പോൾ ആ സമയത്ത് വീട്ടിൽ കടന്നുറങ്ങിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ജയിക്കട്ടെ. അതിനു പകരം സുരേഷ് ഗോപി അടക്കമുള്ള BJP-യിലെ ആളുകളൊക്കെ ജയിച്ചത് വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തിയിട്ടാണ്. രാഹുൽ ഗാന്ധി ഒരു പുതിയ കണ്ടുപിടുത്തം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതാണ്. വോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി. അതെങ്ങനെ മോഷ്ടിക്കുക? വോട്ട് ആളുകളെ പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യണ്ടേ? മോഷ്ടിക്കുന്ന പറയാൻ സാധിക്കില്ലല്ലോ. വോട്ടർ പട്ടിക ക്രമക്കേടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണ്ടേ? നിങ്ങൾ എന്താ ചോദ്യം ചെയ്യാഞ്ഞത്? ഞങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, BJP ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. ഇതാ ഇപ്പോ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും കോർപ്പറേഷൻ മുനിസിപ്പൽ സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ടുണ്ട്.
വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചാണ് ഞങ്ങൾ പരാതിപ്പെട്ടത്. ഇരട്ട വോട്ടുള്ള ധാരാളം ആളുകളുണ്ട്. മരിച്ചവർ വോട്ടർ പട്ടികയിലുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ പല പേരിൽ വോട്ടർ പേര് ചേർത്തവരുണ്ട്. അങ്ങനെ 100,000 ക്രമക്കേടുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള ഇരട്ട വോട്ടുകളുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നീക്കം ചെയ്യാൻ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കൊടുത്തിട്ടില്ലേ? BJPക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? CPM കിട്ടിയിട്ടില്ലേ? കോൺഗ്രസിന് കിട്ടിയിട്ടില്ലേ? മഹാരാഷ്ട്രയിലും കർണാടകത്തിലും കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഈ പട്ടിക കിട്ടിയിട്ടില്ലേ? അവരാ പട്ടിക പരിശോധിക്കട്ടെ. രാഹുൽ ഗാന്ധി അന്ന് കർണാടകത്തിലും മഹാരാഷ്ട്രയിലൊക്കെ പോയി കോൺഗ്രസിലെ നേതാക്കന്മാരോട് പറയേണ്ടിയിരുന്നില്ല, ഇതാ വോട്ടർ പട്ടിക പരിശോധിക്കണം, രാജ്യം നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് കൃത്രിമത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വോട്ടർ പട്ടികയിൽ പരിശോധിക്കണം. അത് നിങ്ങൾ പറയാത്ത ഞങ്ങളോട് പറ്റൂ. അത് പറയുമ്പോ ആ കാലത്ത് രാഹുൽ ഗാന്ധിക്ക് അതിന് നിലയില്ല. മുമ്പ് പട്ടായിൽ പോയി വേറെ ചില പരിശോധന നടത്തുകയായിരുന്നു. അതുകൊണ്ട് വോട്ടർ പട്ടിക പരിശോധിക്കണമെന്ന് പറയാൻ അയാൾക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഈ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അസ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഈ രാജ്യത്തിലെ എല്ലാ സംവിധാനങ്ങളെയും നിങ്ങൾ അസ്ഥിരപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് പാർലമെന്റിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് മാധ്യമങ്ങളെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഈ രാജ്യത്തിലെ സൈനിക നേതൃത്വത്തെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ല, ഒരാളെയും വിശ്വാസമില്ല. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും അസ്ഥിരപ്പെടുത്തുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ജനത്വത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ വോട്ടെടുപ്പ് സംവിധാനത്തെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്ന ദിവസം പ്രതിനിധികളെ അയക്കാറുണ്ട്. ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ പ്രതിനിധികളെ രാജ്യത്തേക്ക് അയക്കാറുണ്ട്. ഇത്രമാത്രം സുതാര്യമായ, ഇത്രമാത്രം ശക്തമായ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം പിന്നിട്ടിട്ടും ഒരു പുഴുക്കുത്ത് പോലും ഏൽക്കാതെ, ഒരു പോറിന് പേരും ഏൽക്കാതെ മുമ്പോട്ട് പോകുന്ന ശക്തമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ് ഈ രാജ്യം, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം. ആ സംവിധാനത്തെ അപ്പാടെ അതിന്റെ വിശ്വാസം തകർക്കാൻ ആർക്ക് വേണ്ടിയാണ്? ആരോടാണ് രാഹുൽ ഗാന്ധി ഇതിന് അച്ചാരം വാങ്ങിച്ചത്? ആരോട് കാശ് വാങ്ങിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഉണ്ടയില്ല വടി 3 ദിവസക്കാലം മുമ്പ് പറഞ്ഞത് എന്റെ കയ്യിൽ ബോംബുണ്ട്. നമ്മുടെ പഴയ സിനിമയില് ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ ഒരു ബോംബുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നിങ്ങൾ ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയോട് നിങ്ങളത് പൊട്ടിക്കുക. അവസാനം അത് പൊട്ടിച്ചപ്പോ അത് കേവലം ഒരു നനഞ്ഞ പടക്കമായി മാറി. ഇതിനേക്കാൾ നല്ലത് 10 പൈസക്ക് പൊട്ടാസ് വാങ്ങി പൊട്ടിക്കുന്നതാണ് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. ഇതാണോ നിങ്ങളുടെ കയ്യിലുള്ള ബോംബ്? രാജ്യത്തെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണോ ബോംബ്? അങ്ങനെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വാ. കേരളത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് പറഞ്ഞ നരേന്ദ്രമോദിയല്ലോ. കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക ഉണ്ടാക്കിയ നരേന്ദ്രമോദിയല്ലോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലോ. പിണറായി വിജയന്റെ സർക്കാർ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസറല്ലേ ആ വോട്ടർ പട്ടിക ഉണ്ടാക്കിയത്? CPM സഹയാത്രികരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ ആ വോട്ടർ പട്ടിക പരിശോധിക്കാൻ ഇറങ്ങിയത്? ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധിക്കൊന്നും പറയാനില്ലാത്തത്? VD സതീശ രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം, പറയണം. കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ലക്ഷക്കണക്കിന് വോട്ടർമാരെ ക്രമക്കേട് നടത്തിയതിന് രാഹുൽ ഗാന്ധിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയ നിങ്ങള്. അപ്പൊ അത് ചോദിക്കാനും പറയാൻ നേരമില്ല. ഞാൻ സൂചിപ്പിച്ചത് ഉദ്ദേശം എന്താണ്? ഉദ്ദേശം നമ്മുടെ രാജ്യത്തിലെ എല്ലാ സംവിധാനങ്ങളെയും അരക്ഷിതമാക്കുക എന്നുള്ളതാണ്. അതിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സൈനിക നേതൃത്വത്തെയും അരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ പരിശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ ആ ചർച്ച കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ എത്ര പേർ ആ ചർച്ച കണ്ടു എന്ന് എനിക്കറിയില്ല. ഒന്ന് കാണും നിങ്ങളെല്ലാവരും. ഈ രാജ്യത്തിലെ 54 കൊല്ലക്കാലം രാജ്യം ഭരിച്ച ഒരു പാർട്ടി, മോഡി വിരോധത്തിന്റെ പേരിൽ ആ പാർട്ടി എത്രമാത്രം തകർന്നു പോയിരിക്കുന്നു എന്ന്, എത്രമാത്രം അപമാനകരമായ നിലയിലേക്ക്
അവസ്ഥയിലേക്കാണ് ആ പാർട്ടി മാറിയത് എന്ന്, എത്രമാത്രം രാജ്യവിരുദ്ധമായ ശക്തികളുടെ കയ്യിലാണ് ആ പാർട്ടി എന്നുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ചർച്ചയാണ് പാർലമെന്റിൽ നടന്നത്. ആ ചർച്ചയിൽ എവിടെയെങ്കിലും ഈ രാജ്യത്തെ ഉജ്ജ്വലമായ ഈ വിജയത്തിലേക്ക് നയിച്ച സൈനികരോട് അല്പമെങ്കിലും ആഭിമുഖ്യം പ്രകടിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ തയ്യാറായോ? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ പാർലമെന്റ് പറഞ്ഞത്? ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാടകമാണ് എന്ന്. ആരാ പറഞ്ഞത്? കോൺഗ്രസിന്റെ നേതൃത്വം, കോൺഗ്രസിന് ഒരു യുവ MP ആ പാർലമെന്റ് എഴുന്നേറ്റ് ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാടകമാണ് എന്ന് പറഞ്ഞപ്പോ ആ യുവ MP യെ നിലക്ക് നിർത്താൻ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ലല്ലോ. കോൺഗ്രസിനെ ഏതെങ്കിലും MP തയ്യാറായോ? KC വേണുഗോപാൽ തയ്യാറായോ? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥമെന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ രാജ്യത്തിലെ സൈനികന്മാർ ലോകത്തിന് അഭിമാനകരമായി നടത്തിയിട്ടുള്ള ഈ വലിയ പോരാട്ടത്തെ ഇന്ത്യൻ പാർലമെന്റ്, ആ പാർലമെന്റിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു നാടകമായി ആക്ഷേപിച്ചത്. എങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങൾക്ക് സാധിക്കുക? നിങ്ങൾ രാജ്യം ഭരിച്ച പാർട്ടിയല്ലേ? നിങ്ങളുടെ കാലഘട്ടത്തിലല്ലേ 3 യുദ്ധമുണ്ടായത്? ആ യുദ്ധത്തിന്റെ കാലത്ത് BJP സമീപനമില്ലായിരുന്നോ? 1960-ലും 1970-ലും പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും യുദ്ധമുണ്ടായപ്പോ ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ലേ ഇരുന്നത്? ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞ് അവസാനം ചൈനയ്ക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ 64,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അടിയറ വെച്ചപ്പോ, ജവഹർലാൽ അടിയറ വെച്ചപ്പോ ഞങ്ങൾ പാർലമെന്റിൽ നെഹ്റുവിനെതിരായി സംസാരിച്ചില്ലല്ലോ. ഞങ്ങൾ ഈ ഗവൺമെന്റ് കൂടെയല്ലേ നിന്നത്. 1971-ൽ ഇന്ദിരാഗാന്ധിയുടെ പിടിപ്പുകെട്ട രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഈ രാജ്യത്തിലേക്ക് അഭയാർത്ഥി പ്രവാഹമുണ്ടായി. ഗത്യന്തരമില്ലാതെ പാകിസ്ഥാനെതിരായി യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വന്നപ്പോ ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെയല്ലേ നിന്നത്. അതല്ലേ ചരിത്രം, അതല്ലേ മര്യാദ. ഞങ്ങൾ പാർലമെന്റിൽ നെഹ്റുവിന്റെ കാലത്തോ ഇന്ദിരയുടെ കാലത്തോ നടന്നതെല്ലാം നാടകമാണ് എന്ന് പറഞ്ഞോ? ഞങ്ങൾ സൈനികരെ തള്ളി പറഞ്ഞോ? ഞങ്ങൾ ഗവൺമെന്റ് തള്ളി പറഞ്ഞോ? ഞങ്ങൾ ഗവൺമെന്റിനോടൊപ്പം നിന്നു. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, രാഷ്ട്രമായിരുന്നു പ്രധാനം. ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമായിരുന്നില്ല, ഈ രാജ്യത്തിന് താല്പര്യമായിരുന്നു പ്രധാനം. ഞങ്ങൾ സർക്കാരിന് കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ കോൺഗ്രസ്, ആ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയല്ല, അത് യഥാർത്ഥത്തിൽ രാഹുൽ ബിൻസിയാണ്. ആ പേരിന് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നാം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് അതങ്ങ് ചിരപ്രതിഷ്ഠയാക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഓരോ പ്രസ്താവനയിലും ഞാൻ രാഹുൽ ഗാന്ധിയല്ല, ജീവിതത്തിലും രക്തത്തിലും വിദേശ ഭ്രമം കടന്നുപോയ രാഹുൽ ബിൻസി മാത്രമാണ് ഞാനെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസുകാർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുക? രാഹുൽ ഗാന്ധിക്ക് എന്തുമാവാം. ബ്ലഡിൽ രാജ്യസ്നേഹമില്ലാത്ത, ഈ രാജ്യത്തോട് ഒരു തെരി പോലും സ്നേഹമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് അതെല്ലാം ആവാം. പക്ഷേ ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസുകാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെയെല്ലാം അംഗീകരിക്കാൻ സാധിക്കുക? ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാടകമാണ് എന്ന് കോൺഗ്രസുകാർക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക്, കൊലപാതകത്തിന് പാകിസ്ഥാനാണ് ഉത്തരവാദി എന്ന് തെളിവില്ല എന്ന് ജയറാം രമേശ് പറയുമ്പോ എങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങൾക്കത് കേട്ട് കൈയടിക്കാൻ വേണ്ടി സാധിക്കുക? ഈ രാജ്യത്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടമുണ്ടായെന്ന് പാകിസ്ഥാൻ പറയുമ്പോ ആ പാകിസ്ഥാന്റെ വാക്ക് കേട്ടുകൊണ്ട് ആവർത്തിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങൾക്ക് സാധിക്കുക? പക്ഷെ നിർഭാഗ്യവശാൽ അതെല്ലാം ഉണ്ടാവും. അമേരിക്കക്കെതിരായി നാം നിലപാട് സ്വീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയോട് പോയി പണി നോക്കാൻ പറഞ്ഞു, മധ്യസ്ഥ വഹിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന്റെ കുതിക്കറിവാണ് ഇപ്പൊ അമേരിക്ക തീർക്കുന്നത്. അങ്ങനെ തീർക്കുമ്പോ ആരോടൊപ്പമാണ് രാജ്യം തീർക്കേണ്ടത്? രാജ്യത്തോടൊപ്പമല്ലേ കോൺഗ്രസ് തീർക്കേണ്ടത്? ഈ പ്രതിസന്ധിയിൽ തീരുവ കൂട്ടിക്കൊണ്ട് ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുമ്പോ ആ ശ്രമത്തിന് ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്? പക്ഷെ കോൺഗ്രസും CPM ആണോ ചെയ്യുന്നത്? അല്ലല്ലോ.
അവർ അപ്പോഴും നരേന്ദ്രമോദിയെ കുറ്റം പറയുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു കേട്ടിരിക്കും, മോഡിയുടെ കഴിവുകേടാണ്. മോഡിയുടെ കഴിവാണോ കഴിവുകേടാണോ എന്ന് ലോകം കാത്തിരുന്ന് കാണാൻ വേണ്ടി പോകുകയുള്ളൂ. അമേരിക്കൻ ഭരണകൂടം ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ, ശ്രീ നരേന്ദ്രമോദിയെ ഇനിയും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ലോകത്തിലെ 11ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു രാജ്യം. 10 കൊല്ലക്കാലം കഴിഞ്ഞപ്പോ ഇന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതത്തിന് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മാസം കഴിയുമ്പോ IMFന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ 3ാമത്തെ ശക്തിയായി ഭാരതം മാറാൻ വേണ്ടി പോകുന്നു. എന്തുകൊണ്ടാണ് ചൈനയ്ക്കും അമേരിക്കയും വേവലാതി? IMF തന്നെ പറയുന്നു, 2047 ആകുമ്പോ ഒരുപാട് കാലമൊന്നും കാത്തിരിക്കണ്ട. 2047 ആകുമ്പോ സമ്പത്തിലും സൈന്യത്തിലും ഈ ലോകത്തിലെ 1ാമത്തെ ശക്തിയായി ഭാരതം മാറാൻ വേണ്ടി പോകുന്നു എന്ന് ലോകം അംഗീകരിക്കുകയാണ്. അതിന്റെ വേവലാതിയാണ് ട്രംപിനുള്ളത്. പക്ഷേ അമേരിക്ക മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് പൊക്രാൻ ആണവ വിസ്ഫോടനം ഉണ്ടായപ്പോ അന്ന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഓർമ്മയിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു. ആദ്യത്തെ 1ാമത്തെ ദിവസവും സ്ഫോടനം ഉണ്ടാക്കി. അപ്പൊ അമേരിക്ക പറഞ്ഞ് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഉപരോധം ഏർപ്പെടുമ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് പ്രസ്താവന പിറ്റേ ദിവസം വാജ്പേയി ഒന്നുകൂടി പൊട്ടിച്ചു. 2ാമത് കൂടി സ്ഫോടനം ഉണ്ടായി. അന്ന് അമേരിക്ക ഇന്ത്യക്കെതിരായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. വാജ്പേയി പ്രധാനമന്ത്രിയാണെന്ന് വാജ്പേയി പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്കയല്ല ലോകത്തിലെ ഏത് ശക്തി ഇന്ത്യക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തിയാലും ഈ രാജ്യത്തിലെ 100 കോടിയിലേറെ വരുന്ന ജനങ്ങളിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ആ ഉപരോധത്തെ നാം അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ചില്ലേ, 3 മാസം കഴിയുമ്പോൾ അമേരിക്കയുടെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി 3ാമത്തെ മാസം പരാജയപ്പെട്ട് ഉപരോധം പിൻവലിച്ച ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത്. അമേരിക്ക കൊണ്ട് പിൻവലിപ്പിച്ചു. അതുകൊണ്ട് ട്രംപ് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന രാജ്യമല്ല ഭാരതം. നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുമ്പോൾ ട്രംപിനെ കെട്ടിപ്പിടിക്കും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോകുമ്പോൾ ആ രാജ്യത്തിലെ തലവന്മാരെ കെട്ടിപ്പിടിക്കും. പക്ഷെ നരേന്ദ്രമോദിക്ക് കെട്ടിപ്പിടിക്കാൻ മാത്രമല്ല, ആ ആശ്ലേഷത്തിൽ ഒന്ന് വരിഞ്ഞു മുറുക്കി ആ രാജ്യത്തെ ഇല്ലാതാക്കാനും ശ്രീ നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്ന് ലോകം കാത്തിരുന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം മുന്നേറുന്നത്. ലോകത്തിലെ എല്ലാവർക്കും അത്ഭുതകരമായ രീതിയിൽ രാജ്യം കഴിഞ്ഞ 11 വർഷമായി വളർച്ചയുടെ പാതയിലാണ്. എല്ലാ മേഖലയിലും നാം വളരുകയാണ്. ആ വളർച്ചയുടെ ഗുണഫലങ്ങളാണ് കേരളത്തിലുള്ളത്. നരേന്ദ്രമോദി കൊടുത്തതല്ലാത്ത എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിനുള്ളത്? നിങ്ങൾ പറ, ഏതെങ്കിലും കാര്യമുണ്ട്? ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടു, പട്ടിണി കൂടാതെ മരിക്കുന്ന നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ്. മോഡി അല്ലാതിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? നമ്മൾ കൊടുക്കുന്ന സൗജന്യ ആഹാരമുള്ളത് കൊണ്ടല്ലേ ഈ കേരളം മുമ്പോട്ട് പോകുന്നത്. നരേന്ദ്രമോദി പണം കൊടുക്കുന്നുണ്ടല്ലേ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ പണമുള്ളത്, ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റ് എങ്ങനെ മുമ്പോട്ട് പോകും? അത്രമാത്രം സാമ്പത്തികമായ പാപ്പരത്വമുള്ള സംസ്ഥാനമല്ലേ കേരളം. ഇവർക്ക് ധൂർത്തടിക്കാൻ മാത്രമേ ഇവരുടെ കയ്യിൽ പണമുള്ളൂ, വേറെ ഒന്നിനും പണമില്ല. ധൂർത്തടിക്കാൻ ആവശ്യം പോലെ പണം. അതിന് പിന്നെ ആരോട് ചോദിക്കേണ്ട ആവശ്യമല്ലോ. സർക്കാരിന്റെ 9ാം വാർഷികം പിണറായി വിജയന്റെ 9ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി 100 കോടിയാണ് ഈ പകയന്മാർ പുട്ടടിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ 100 കോടി രൂപയുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണമുണ്ടാകുമായിരുന്നു. ആ 100 കോടി രൂപയിൽ 10 കോടി ഉണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ വാങ്ങാമായിരുന്നു. നിങ്ങൾ വാങ്ങിയില്ലല്ലോ. അത് 10 കോടി മാറ്റിവെച്ചാൽ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിന് കൂട്ടിക്കൊടുക്കാമായിരുന്നു. നിങ്ങൾ കൂട്ടിയില്ലല്ലോ. 100 കോടി എന്തിനാണ് നിങ്ങൾ ചെലവഴിച്ചത്? 100 കോടി ചെലവഴിച്ചത് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ പരസ്യത്തിന്റെ റീൽ ഉണ്ടാക്കാനാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗവും നീക്കിവെച്ചത്. ഞാനതാ സൂചിപ്പിച്ചത്, നരേന്ദ്രമോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളം പട്ടിണി കിടന്ന് മരിച്ചു പോകുമായിരുന്നു. എന്തെങ്കിലും വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് തന്നെ. വേറെന്താണുള്ളത്?
നിങ്ങൾ നോക്കിയപ്പോൾ ദേശീയപാത വികസിക്കുകയാണ്. 64,000 കോടിയാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മറ്റൊരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി 5,000 കോടി രൂപ ഞങ്ങൾ കൊടുത്തില്ലേ എന്ന് ഈ കുട്ടിന് തേങ്ങയിടുമ്പോൾ ഇടക്കിടക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ 5,000 കൊടുത്തിട്ടുള്ളൂ സർ. നിതിൻ ഗഡ്കരി പാർലമെന്റ് പറഞ്ഞത് ഈ കേരളത്തിൽ 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ 100 കോടി ചെലവാണ്. അത്രയും പണം കൂടുതലാണ്, ഭൂമിയുടെ വില കൂടുതലാണ്. നിങ്ങൾ 5,000 കൊടുത്തുള്ളൂ, പിന്നെ എത്ര കോടി കിടക്കുന്നത്? ഏതാണ്ട് കേരളത്തിലെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ 1,20,000 കോടി രൂപ കേരളത്തിലെ ദേശീയപാത വികസനത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. ഈ 1,20,000 കോടി ചെലവിടുന്ന ഗവൺമെന്റിനോട് മുഹമ്മദ് റിയാസ് പറയാണ്, ഞങ്ങൾ 5,000 നിങ്ങൾ 5,000 മൂക്കുപൊടി വയ്ക്കാൻ പറ്റും. നിങ്ങൾ 5,000 കണക്ക് പറയുന്നത്, നിങ്ങൾ 5,000 കണക്ക് പറയുന്നതിന് പകരം നിങ്ങൾ നന്നാക്കേണ്ട റോഡുണ്ടല്ലോ, അതൊന്നും നന്നാക്കാറുണ്ട്. എത്ര പേരാണ് തൃശ്ശൂർ നഗരത്തിൽ കുഴിയിൽ വീണ് മരിക്കുന്നത്? ആരാ നന്നാക്കേണ്ടത്? കോർപ്പറേഷൻ നിങ്ങളും കൂടി ചേർന്നല്ലേ നന്നാക്കേണ്ടത്? നിങ്ങൾ എന്താ നന്നാക്കാത്തത്? നിങ്ങൾ ദേശീയപാതയുടെ വികസനത്തിന്റെ നേട്ടം പറയുമ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ മുതൽ കുന്നംകുളം വരെയുള്ള സംസ്ഥാന പാതയുണ്ടല്ലോ, അത് മുഹമ്മദ് റിയാസിന്റെ സ്വന്തം റോഡല്ലേ? ആ റോഡ് നിങ്ങൾ എന്താ നന്നാക്കാത്തത്? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ആ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. 2 വർഷമായി പണി നടക്കുകയാണ്. ഇതുവരെ തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലല്ലോ. ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനമല്ലാതെ മറ്റെന്ത് വികസനമാണ് കേരളത്തിലുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ടൊരു ഉടുപ്പും മടിയില്ലാതെ ഒരു നിർവ്വാണ പ്രശ്നം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു ഭാഗത്ത് കേന്ദ്രത്തിന്റെ ആനുകൂല്യമാകില്ല, മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ അപവാദ പ്രചരണം നടത്തുകയാണ്. നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായി അപവാദ പ്രചരണം നടത്തിയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നിങ്ങളുടെ അപവാദ പ്രചരണത്തെ ജനങ്ങളുടെ ശക്തി കൊണ്ട് ഞങ്ങൾ നേരിടും. അതുകൊണ്ടാണല്ലോ 2014-ലും 2019-ലും 2024-ലും നരേന്ദ്രമോദി തന്നെ വന്നു. ഇനി 2029 തെരഞ്ഞെടുപ്പ് നടന്നാലും അത് BJP തന്നെ വരും. അത് കഴിഞ്ഞ് 34 തെരഞ്ഞെടുപ്പ് നടന്നാലും BJP തന്നെ വരും. വരുന്ന ഒരു 50 കൊല്ലക്കാലം താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്നവർ മാത്രമേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു വലിയ സത്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വരും. നിങ്ങൾ അസൂയപ്പെട്ട കാര്യമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ നെഹ്റു കുടുംബത്തിലെ 10 തലമുറ ഇനിയും വന്നാലും ആ കുടുംബത്തിലെ ഒരാൾ പോലും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ കക്കൂസ് ഉണ്ടാക്കി അതിന്റെ പ്രധാനമന്ത്രിയാവുക എന്നല്ലാതെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കതിൽ വേവലാതിപ്പെട്ട കാര്യമൊന്നുമില്ല, അസൂയപ്പെട്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നല്ല നല്ല കോൺഗ്രസ്സുകാരൊക്കെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരികയാണ്. നല്ല നല്ല CPMകാരൊക്കെ BJPയിലേക്ക് വരികയാണ്. കാരണം ആ പാർട്ടികൾക്കൊന്നും ഒരു അരഗതിയും പരഗതിയും ഇല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരെല്ലാവരും രാജിവെച്ച് വരികയാണ്. അതുകൊണ്ട് പെരിഞ്ഞനത്തെ കോൺഗ്രസിന്റെയും CPMന്റെയും ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനിയെങ്കിലും ഈ 2 പാർട്ടികൾ നിന്നിട്ട് വല്ല ഗുണമുണ്ടോ എന്ന് ആലോചിക്കും. നിങ്ങൾക്ക് ഗുണമില്ല, നാടിന് ഗുണമില്ല. ഒന്നിനും നിങ്ങൾക്ക് ഗുണമാണ്, ഒരു ഗുണവും നിങ്ങൾക്കില്ല. CPMകാരാണെങ്കിൽ ഉള്ള ഗുണമെല്ലാം അമ്മാവനും മരുവനും മാത്രമുള്ളതാ, 2 കൂട്ടരും കൂട്ടടിക്കുകയാണ്. ഇനി കോൺഗ്രസിലാണോ? കോൺഗ്രസിൽ ഒരു കുടുംബത്തിന് മാത്രമാണ്, മറ്റാർക്കും അതിലൊരു ഗുണമില്ല. ഞാൻ, എന്റെ പെങ്ങൾ, എന്റെ പെങ്ങളെ കുട്ടികൾ, എന്റെ അളിയൻ, എന്റെ അമ്മാവൻ, എന്റെ അമ്മൂമ്മ, അത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ലോകമേ ഇല്ല. പിന്നെ ആ പാർട്ടി നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾക്ക് ഗുണമില്ല, നിങ്ങളുടെ നാടിന് ഗുണമില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെയും CPMന്റെയും സ്നേഹിതന്മാർ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് അതിന് ചാടി രക്ഷപ്പെടാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. കോൺഗ്രസ് ഏതായാലും മുങ്ങാൻ വേണ്ടി പോവുകയാണ്. കോൺഗ്രസിനെ മുക്കാൻ വേണ്ടി അച്ചാരമെടുത്തുള്ള 2 ആളുകളാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും. അവരുള്ളിടത്തോളം കാലം കോൺഗ്രസ് മുങ്ങും. ഇപ്പൊ ചാടിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എത്ര പെട്ട ആദ്യമായി ആര് ചാടുന്നു അവർ രക്ഷപ്പെടും. CPMന്റെയും അവസ്ഥ ഇതാണ്. നിങ്ങൾ പാർട്ടിയെ ഇല്ലാതാവുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ആ ഇല്ലാതാകുന്ന പാർട്ടികളിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെട്ടാൽ, ഇപ്പൊ ചാടിയാൽ ഞങ്ങളുടെ ബസ്സിൽ കയറാം. എല്ലാ സമയത്തും നിങ്ങളെ കാത്തി ഈ ബസ് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾക്ക് വേറെ ആളുകൾ കൂട്ടാറുണ്ട്. ഇപ്പൊ ചാടിയാൽ ഞങ്ങൾ ബസ്സിൽ കയറാൻ, നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്താം. ഇല്ലെങ്കിൽ നിങ്ങൾ റോഡിലൂടെ തെക്ക് വടക്ക് നടക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണോ വേണ്ടിയോ എന്ന് CPMകാരും കോൺഗ്രസ്സുകാരുമാണ്. പ്രത്യേകിച്ച് CPMലെ സ്നേഹിതരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇനി ഈ കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്ത് എല്ലായിടവും തകർന്നു, അവിടെയും ഇവിടെയും പിടിച്ചു നിൽക്കുന്ന കേരളത്തിലാണ്, അതുപോലും ഇല്ലാതാവുകയാണ്.
നിങ്ങളൊരു മരിച്ചുപോയ പാർട്ടിയാണ്. ഇനി അതിനെ വെന്റിലേറ്ററിന് എടുത്ത് മാറ്റുക എന്നല്ലാതെ വേറൊരു രക്ഷയില്ല. ഇപ്പോൾ കൃത്രിമ ശ്വാസം കൊണ്ട് നിൽക്കുകയാണ്. ഏത് നിമിഷവും ഇത് വെന്റിലേറ്ററിൽ എടുത്ത് കയറി മാറ്റിയാൽ അത് കുഴിയിലേക്ക് എടുക്കണം. അപ്പൊ കുഴിയിലേക്ക് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇത് വെറുതെ ആ വെന്റിലേറ്ററിന്റെ ഈ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിക്കണോ എന്ന് CPM-കാർ ചിന്തിക്കണം. നിങ്ങൾ അതുകൊണ്ട് ശ്വാസം കൊടുക്കുന്നത് കുറെ നേതാക്കന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് മരിച്ചു പട്ടടയിലേക്ക് പോകുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചുവന്ന കൊടി നിങ്ങൾ മാറ്റിപ്പിടിക്കണം. ഈ ചുവന്ന കൊടി മാറ്റിപ്പിടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമേ വരുള്ളൂ. ചുവപ്പ് മാറിയ സ്വാഭാവികമായും കാവ്യാണാവുക. നിങ്ങൾ 2 ദിവസം അടുപ്പിച്ച് ചുവന്ന കൊടി വെയിലത്ത് കെട്ടിയാൽ 3-ാം ദിവസം ആ കൊടി കണ്ട ഒരു കാവി കൊടിയാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ട് അത് മാറ്റിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ കുറച്ച് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും CPM-കാർക്ക്, എനിക്കറിയാം. കാരണം ഇത്രകാലം പ്രവർത്തിച്ചൊരു പാർട്ടി അത് വിട്ട് BJP-യിലേക്ക് ചേരുമ്പോൾ, സംഘപരിവാറിലേക്ക് ചേരുമ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അത് 1 ദിവസം 2 ദിവസമൊക്കെ ഉണ്ടാകുള്ളൂ. നമ്മുടെ കുട്ടികൾ എത്ര വേണ്ടപ്പെട്ടവർ മരിച്ചാലും നമ്മൾ കരയാറുണ്ടല്ലോ. അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, ഏത് വേണ്ടപ്പെട്ടവർ മരിച്ചാലും നമ്മൾ കുറച്ചു നേരം കരയും. എത്ര നേരം കരയും? 1 മണിക്കൂർ, 2 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എന്താ നമ്മൾ ചെയ്യുക? പിന്നെ വേഗം ഒരു കുഴി വെട്ടി ആ മൃതശരീരം ദഹിപ്പിക്കാൻ, അടക്കം ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ വിറക് കൂട്ടി ദഹിപ്പിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് മൃതശരീരം അധികകാലം വെച്ചുകൊണ്ടിരുന്നാൽ അത് അഴുകും, പുഴുക്കൾ വരും, അത് ജീർണിക്കും, ദുർഗന്ധം വരും. പിന്നെ നമുക്ക് അടുത്തോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് മരണപ്പെട്ടവർ നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവരായാലും എത്രയും പെട്ടെന്ന് ഒരു കുഴി വെട്ടി മൂടുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പെരിഞ്ഞനത്തെ CPM-ന്റെ സ്നേഹിതരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പാർട്ടി നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട പാർട്ടിയായിരുന്നു. ഇപ്പോഴത്തെ സുഹൃത്തെ അത് മരിച്ചുപോയി. കുറച്ചു നേരം നിങ്ങൾ അതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോളൂ. ഒരുപാട് കാലം കരയാൻ തയ്യാറായാൽ അത് പുഴുക്കൾ വരും, അഴുകും, ദുർഗന്ധം വരും. അതുകൊണ്ട് അതുണ്ടായ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ആ മൃതശരീരം ഒരു കുഴിവെട്ടി മൂടാൻ നിങ്ങൾ തയ്യാറാവുക. ആ കുഴിമാടത്തിന്റെ മുകളിൽ ഒരു കുങ്കുമഹരിത പതാക നിങ്ങൾ ഉയർത്താൻ തയ്യാറായാൽ നിങ്ങളും രക്ഷപ്പെടും, ഈ രാജ്യവും രക്ഷപ്പെടും, ഈ നാടും രക്ഷപ്പെടും. അതിന് തയ്യാറാവും. അതാണ് കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെ ഈ ബലിദാനം നമ്മൾ ആചരിക്കുമ്പോൾ മതഭീകരവാദ ശക്തികൾക്ക് മുമ്പിൽ മാർക്സിസ്റ്റ് പാർട്ടികളുടെ സഹായത്തോടുകൂടി മതമൗലികവാദ ഭീകരവാദ ശക്തികൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള വലിയ തേരോട്ടങ്ങളുടെ ഇരയായിരുന്നു സന്തോഷം. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം നാം ബലിദാന ദിനാചരണം ആചരിക്കുമ്പോൾ സന്തോഷത്തിനെ കൊലപ്പെടുത്തിയ മതഭീകരവാദിക ശക്തികളെ എല്ലാവരും ഇന്ന് കൽത്തുറുങ്കിലാണ്. അവരെ സഹായിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ച് പട്ടിണിയോടെടുക്കുകയാണ്. സന്തോഷത്തിനുള്ള ബലിദാനികൾ ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനവും പ്രത്യയശാസ്ത്രവും ലോകത്തിന് അഭിമാനകരമായ രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നത്. ആ മുഹൂർത്തത്തിലാണ് ഈ ബലിദാന ദിനാചരണം നാം സംഘടിപ്പിക്കുന്നത്. ഓരോ ബലിദാന ദിനാചരണവും നമുക്ക് എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ പോരാട്ടത്തിലുള്ള ആത്മവിശ്വാസമാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസമാണ് ഓരോ ബലിദാനവും. കേരളം നമുക്ക് മാറ്റിയെടുക്കണം. വർഷങ്ങളായി CPM-ന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ നിലപാട് കൊണ്ട് തകർന്നു പോയിട്ടുള്ള ഈ കേരളം, ആ കേരളത്തെ വീണ്ടെടുക്കാൻ ആവശ്യമായ വലിയ AR ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്നത് ആ പോരാട്ടത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ, ഈ നാടിന് നന്മകൾ നേടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ, കേരളത്തിന്റെ വികസനം, കൊടുങ്ങല്ലൂരിന്റെ വികസനം, തൃശ്ശൂരിന്റെ വികസനം, പെരിഞ്ഞനത്തിന്റെ വികസനം, ഈ നാടിന്റെ വികസനം, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനയപരസ്പരം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും ഐക്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.